ദേശീയപാത 66 എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു കോരിത്തെരിപ്പാണ്. കാരണം അങ്ങ് ആസേതു ഹിമാചലം നമുക്ക് വളരെ വേഗം എത്താൻ കഴിയും. 45 മീറ്റർ വീതിയുണ്ട്, 6 വരി പാതയാണ്. ഒരു തടസ്സങ്ങളുമില്ലാതെ വളരെ വേഗം ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ കരമാർഗമുള്ള, അതായത് ഉപരിതല ഗതാഗത മാർഗത്തിൽ ഏറ്റവും അതിമനോഹരമായ വികസന പദ്ധതികളിൽ ഒന്ന് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഈ ഗർഭ അവസ്ഥയിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികളാണ്. ഒന്ന്, അതിൻ്റെ കാലാവധി, അതായത് 2025 ജൂണിൽ പൂർത്തിയാകുമെന്നായിരുന്നു അതിൻ്റെ ഒരു വ്യവസ്ഥ. പക്ഷെ ആ കാലാവധിയിൽ പൂർത്തിയാവുകയില്ല. 2026 ആയാലും പൂർത്തിയാകുന്ന അവസ്ഥയൊന്നുമില്ല. നിങ്ങളൊന്ന് പതിയെ ഇറങ്ങി നിങ്ങളുടെ അടുത്തുള്ള ദേശീയപാതയിൽ കുറച്ചു ദൂരം ഒന്ന് സഞ്ചരിച്ച് നോക്കിയാൽ അറിയാം, എങ്ങും കുണ്ടും കുഴിയുമാണ്. പലയിടത്തും റോഡ് പൂർത്തിയായിട്ടില്ല. പൂർത്തിയായ ഭാഗത്താണെങ്കിലോ അറിയാമല്ലോ അവസ്ഥ. പാരിപ്പള്ളിയിൽ ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ്റെ മണ്ടയിലൂടെയാണ് സ്ലാബ് ഇളകി വീണത്. തീർന്നില്ലേ അവസ്ഥ, റോഡ് ബ്ലോക്ക്. അപ്പോൾ നിർമ്മാണത്തിൻ്റെ വൈദഗ്ധ്യം എന്നൊക്കെ പറയുന്നത് അത്രയൊക്കെ തന്നെ. പലയിടത്തും കനാലുകൾ കെട്ടി അടച്ചിട്ടുണ്ട്. മഴ വന്നു കഴിഞ്ഞാൽ, മൺസൂണൊക്കെ ഇങ്ങെത്തി, കാലവർഷം ഇങ്ങെത്തി, മഴ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് വെള്ളം പോകുമെന്നറിയില്ല. ഞാൻ കുറച്ചു കാലം കരുനാഗപ്പള്ളി ഭാഗത്ത് താമസിച്ചിട്ടുണ്ട്. അവിടെ ഈ അടുത്ത് പെട്ടെന്നൊരു മഴ വന്ന് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ഇരുചക്ര വാഹനത്തിൽ പോവുകയാണ്. പോകുമ്പോൾ റോഡില്ല. കാരണം എന്താണ്, വെള്ളം കയറിപ്പോയി, റോഡ് മുങ്ങിക്കിടക്കുകയാണ്. കാരണം ഈ ദേശീയപാത അതോറിറ്റിക്കാർക്ക് അറിയില്ല, ഈ കനാല് അടച്ചു വച്ചിരുന്നവർ. സ്വാഭാവികമായ നീരൊഴുക്ക് നടക്കുന്ന നീർച്ചാല് അടച്ചിട്ട് അവർ റോഡ് നിർമ്മിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മഴവെള്ളം പോകാൻ സംവിധാനമില്ല, വെള്ളം റോഡിൽ കയറി കിടക്കുന്നു. പിന്നെ അവിടെ നാട്ടുകാർ ആ റോഡ് കുത്തിപ്പൊളിച്ച് കനാലിലേക്ക് വെള്ളം വിട്ട ശേഷമാണ് റോഡ് ശരിയാകുന്നത്. അത് ഒന്നാമത്തെ നിർമ്മാണത്തിലെ വൈദഗ്ധ്യക്കുറവ്, നിർമ്മാണത്തിലെ അപാകത. അത് അങ്ങോളം ഇങ്ങോളം ആ പ്രശ്നങ്ങളുണ്ട്. കാരണം പലയിടത്തും സ്വാഭാവിക നീരൊഴുക്കിനെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ നിർമ്മാണത്തിലെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്, പാരിപ്പള്ളിയിലെ പ്രശ്നം. മലപ്പുറത്ത് വലിയ സംഭവമാണ്. മലപ്പുറത്ത് കൂരിയാട് ദേശീയപാത തകർന്ന് 2 സ്ഥലത്താണ് പ്രശ്നമുണ്ടായത്. അവിടെ വലിയ കൊട്ടിഘോഷമൊക്കെ ഉണ്ടായി, നമുക്കിപ്പോൾ ശരിയാക്കി കളയാമെന്നൊക്കെ. പക്ഷെ എന്ത് ചെയ്യാം, മലപ്പുറത്തുണ്ടായ പ്രശ്നം നമുക്കറിയാം. വലിയ പ്രശ്നമാണ് മലപ്പുറത്ത് കൂരിയാടുണ്ടായത്. അതുപോലെ പലയിടങ്ങളിലും പ്രശ്നമാണ്. പിന്നെ അണ്ടർ പാസേജ്, പിന്നെ മേൽപ്പാലങ്ങൾ. അണ്ടർ പാസേജ് പലയിടങ്ങളിലും ഈ ചില ഇഷ്ടക്കാരുടെ അടുത്ത്, അതായത് എനിക്ക് ആ കോൺട്രാക്ടർക്ക് ഇഷ്ടമോ അല്ലെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധികൾക്ക് ഇഷ്ടമോ ഉള്ള സ്ഥലങ്ങളിൽ ഒരു 200 മീറ്റർ ഇടപെട്ട് 2 അണ്ടർ പാസേജ് ഉള്ള സ്ഥലമുണ്ട്. അങ്ങനെ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. തിരുവനന്തപുരം മുതൽ നിങ്ങൾ ആലപ്പുഴ വരെ പോകുമ്പോൾ 200 മീറ്ററോ 300 മീറ്ററോ ഇടയിൽ 2 അണ്ടർ പാസേജ് വരുന്നുണ്ട്. മേൽപ്പാലങ്ങളും അണ്ടർ പാസേജും വരുന്നുണ്ട്. എന്നാൽ അത്യാവശ്യക്കാരുടെ സ്ഥലത്ത് പലയിടത്തും ഈ സംഗതി ഒന്നുമില്ല. കാരണം അവർക്ക് ഇഷ്ടക്കാരില്ല. അവിടെ ഇഷ്ടക്കാരില്ല. ഇനി ശരിക്കും പറഞ്ഞാൽ അമൃതാനന്ദമയി മഠത്തിലേക്ക് പോകുന്ന വഴിയിൽ അണ്ടർ പാസേജ് ഇല്ല, മഠത്തിലേക്ക് പോകാൻ വഴിയില്ല. എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ വഴിയുണ്ട്. ഇതൊക്കെയാണ് അവസ്ഥ. ഇത് നിർമ്മാണത്തിലെ അപാകതയാണോ ജനപ്രതിനിധികളുടെ പ്രശ്നമാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഗർഭാവസ്ഥയിൽ ഇതാണ് പ്രശ്നം. ഇനി എത്ര കിലോമീറ്റർ ചുറ്റി വേണം അമൃതാനന്ദമയ മഠത്തിലെ വള്ളിക്കാവിലേക്കുള്ള യഥാർത്ഥ വഴിയിൽ ചെന്ന് കയറാൻ? കാരണം ഞാൻ ആ പ്രദേശത്ത് താമസിച്ചിരുന്നത് കൊണ്ട് എനിക്ക് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. വവ്വക്കാവ് പ്രദേശത്ത് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ വള്ളിക്കാവ് പ്രദേശത്ത് ആ വഴിയിൽ എത്തണമെങ്കിൽ വളരെ ചുറ്റേണ്ടി വരും. ഒരു 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ വാഹനം ഓടിച്ച് ചുറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ വഴിയിൽ എത്താൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ, മാർഗത്തിലൂടെ അമൃതപുരിയിൽ എത്തേണ്ടി വരും. ഇതാണ് അവസ്ഥ, നിർമ്മാണത്തിലെ പ്രശ്നം. ഇനി നിർമ്മാണം എന്ന് തീരുമെന്ന് ചോദിച്ചാൽ അത് എന്ന് തീരുമെന്ന് കണ്ട് അറിയേണ്ടി തന്നെ വരും. ഏതായാലും ദേശീയപാത നമുക്ക് അനിവാര്യമാണ്. സംസ്ഥാന സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്ത് വളരെ വേഗം തന്നെ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ദേശീയപാത അതോറിറ്റി കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെടണമായിരുന്നു. ദേശീയപാത അതോറിറ്റി ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിനെ ഒരുമാതിരി കരിവാരി തേക്കുന്ന പോലെ ആയിരുന്നു. എല്ലാം നിങ്ങളിങ്ങെല്ലാം തരൂ എന്ന് പറഞ്ഞു എല്ലാം അങ്ങോട്ട് കൊടുത്തു. പക്ഷേ അവർ ഇങ്ങോട്ട് തരുന്നതോ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ. ഒന്ന്, പല ഏജൻസികളാണ് നിർമ്മാണം ചെയ്തത്. നമ്മുടെ ഊരാളുങ്കലൊക്കെ ഇതിനകത്ത് കരാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഊരാളുങ്കൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഊരാളുങ്കലിന് ഈ ഭൂമിയുടെ അവസ്ഥയൊക്കെ അറിയാമല്ലോ, കേരളത്തിന്റെ ഭൂപ്രകൃതിയും കേരളത്തിലെ സ്ഥിതിയും അറിയാം.
എവിടെയൊക്കെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, എവിടെയൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെന്നൊക്കെ അറിയാം. അതുകൊണ്ട് അവർക്ക് ആ പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് കമ്പനികൾ ഏറ്റെടുത്ത സ്ഥലത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടെയൊക്കെയാണ് ജനപ്രതിനിധികളും അവിടുത്തെ പ്രാദേശിക ഭരണസമിതികളും കാര്യക്ഷമമായി ഇടപെടേണ്ടിയിരുന്നത്. പക്ഷെ ആ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നതാണ് പരമാർത്ഥം. ഏതായാലും സംസ്ഥാന സർക്കാർ കൃത്യമായി സ്ഥലം ഏറ്റെടുത്ത് കൈമാറി നഷ്ടപരിഹാരത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തി അതിനുള്ള ഫണ്ട് വിഹിതമൊക്കെ നൽകി. ഇനി ദേശീയപാത അതോറിറ്റി കുറെ കൂടി കാര്യക്ഷമമായി ഇടപെടണം. നിർമ്മാണത്തിലെ വൈദഗ്ധ്യം അവർ കൃത്യമായും നോക്കി മനസ്സിലാക്കണം. കാരണം അതിൽ ഇടപെടണം, അധികൃതർ കൃത്യമായി ഇടപെടണം, മേൽനോട്ടം കൃത്യമായിരിക്കണം. ആവശ്യം കണ്ടറിഞ്ഞ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അവർ തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുമെന്ന് കേരളത്തിലെ ഓരോ മനുഷ്യരും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് ഭംഗം വരാതിരിക്കട്ടെ.